ഇവിടെ മൂവാറ്റുപുഴയിൽ രവിയും സുഹൃത്തുക്കളും ചേർന്ന് എന്നെ വിളിച്ചതിലും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനൊരു അവസരം കിട്ടിയതിലും സന്തോഷമുണ്ട്. കോഴിക്കോട് കേന്ദ്രമായി സയൻസ് ട്രസ്റ്റ് എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ യുക്തിയുഗം എന്നൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സ്വതന്ത്ര ചിന്തക്ക് മലയാളത്തിൽ ഒരിടം എന്നാണ് ഞങ്ങളതിനെ ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര ചിന്ത മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം എങ്ങോളം വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് സ്വതന്ത്രമായ ഗ്രൂപ്പുകൾ ഉയർന്നു വരുന്നൊരു സമയമാണ്. മൂവാറ്റുപുഴയിൽ നടക്കുന്ന ഏതാനും വർഷങ്ങളായി നടക്കുന്ന ഇവരുടെ യുക്തിവാദ സംഘപ്രവർത്തനം സ്വതന്ത്ര ചിന്തയുടെ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായ കാൽവെപ്പുകളാണ് നടത്തുന്നത്. ഇതിൻ്റെ പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്വതന്ത്ര ചിന്തയുടെ രീതി തന്നെ വിമർശനാത്മകമായി കാര്യങ്ങളെ സമീപിക്കുക, ശാസ്ത്രീയമായി സമീപിക്കുക എന്നുള്ളതാണ്. സ്വതന്ത്ര ചിന്തയുടെ പാരമ്പര്യം എന്നത് ജ്ഞാനോദയത്തിൻ്റെ എൻലൈറ്റൻമെൻറ്റിൻ്റെ പാരമ്പര്യമാണ്. എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു dogma, there is only one dogma of enlightenment, and that is there should be no dogmas. ഡോഗ്മകളെ, മാറ്റമില്ലാത്ത ശാസ്ത്രങ്ങളെ, പ്രമാണങ്ങളെ നിഷേധിക്കുക എന്നുള്ളതാണ് എൻലൈറ്റൻമെൻ്റ് ഒരു അടിസ്ഥാനമായ രീതി. വിമർശന വിധേയം അല്ലാത്ത ഒന്നുമില്ല. എല്ലാത്തിനെയും വിമർശിക്കാൻ നമുക്ക് വിമർശന ബുദ്ധിയോടെയും ശാസ്ത്രീയ ബുദ്ധിയോടെയും കാണാൻ സാധിക്കണം. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗയെക്കുറിച്ചുള്ള നമ്മുടെ ഈ അന്വേഷണം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യോഗ ഒരു മായാവിഭ്രമമാണ് എന്ന് ഞാൻ പറയുന്നത് കുറേയധികം അർത്ഥതലങ്ങളോടുകൂടിയാണ്. ഒരു മായാവിഭ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ, അതല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ഒരു വിശ്വാസം, തീവ്രമായി വിശ്വസിക്കപ്പെടുന്ന, തീവ്രമായി കൊണ്ടാടപ്പെടുന്ന ഒരു വിശ്വാസം എന്ന നിലയിലാണ്. ഇതാണ് ഞാൻ ഒരു ഡെല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മായാവിഭ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്. ഇതിന് ഡെല്യൂഷൻ എന്നതിനൊരു മനോരോഗ ചികിത്സകർക്ക് വ്യത്യസ്തമായ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഡെല്യൂഷൻ ഈസ് എ ബിലീഫ് ദാറ്റ് ഈസ് എയ്തർ മിസ്റ്റേക്കൺ ഓർ നോട്ട് സബ്സ്റ്റാൻഷിയേറ്റഡ്, ദാറ്റ് ഈസ് ഹെൽഡ് വിത്ത് വെഹമൻസ്. ഈ അർത്ഥത്തിലാണ് ഡെല്യൂഷൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ അർത്ഥത്തിലാണ് റിച്ചാർഡ് ഡോക്കിൻസ് ഗോഡ് ഡെല്യൂഷൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ആ പാരമ്പര്യത്തെയാണ് ഞാൻ പിന്തുടരുന്നത്. ഇന്ന് ലോകമെമ്പാടും സ്വതന്ത്ര ചിന്തയുടെ മണ്ഡലത്തിൽ ഈ വക ഡെല്യൂഷനുകളെ കണ്ണു തുറന്ന് നോക്കാനും വിമർശിക്കാനുമുള്ള സന്നദ്ധത പ്രകടമായി വരുന്നു. നമ്മുടെ ഇവിടെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പറയാം. ചില ഡെല്യൂഷനുകളെ നേരെ നോക്കാൻ പോലും നാം ഭയപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ചില മതവിശ്വാസങ്ങളെ, ചില മതേതര വിശ്വാസങ്ങളെയൊക്കെ കണ്ണു തുറന്ന് നോക്കാനും വിമർശിക്കാനും പേടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ കഴിയുന്നത്. പക്ഷേ സ്വതന്ത്ര ചിന്തകർ എന്ന നിലയിൽ നമുക്കത് ചെയ്തേ പറ്റൂ. യോഗയെക്കുറിച്ച് നമ്മുടെ ധാരണകൾ, ഇന്ത്യയിലെ നവീന ധാരണകൾ എന്ന് പറയുന്നത് രാജയോഗ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം യോഗയെ പരിചയപ്പെടുത്തുന്നത് 8 അംഗങ്ങളായാണ്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്നിങ്ങനെ 8 തലങ്ങളായി, 8 അംഗങ്ങളായി രാജയോഗത്തിൽ വിവേകാനന്ദൻ വിവരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു 1-2000 വർഷം മുമ്പേ പതഞ്ജലി എന്നയാൾ പറഞ്ഞിരിക്കുന്ന, പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ നിന്നുള്ള യോഗത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ വളരെ കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന, വളരെ സങ്കീർണമായ ഒരു രംഗമാണ് നമ്മൾ കാണുക. ഇത് സഞ്ജയൻ 934 സന്യാസിമാരെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ്.
സന്യാസിമാരുടെ ഇടയിൽ ലോകത്തിലെ എല്ലാതരം ആളുകളെയും കാണാം. ചിലർ താടി നീട്ടിയവരാണ്, ചിലർ തലകൂടി വടിച്ചവരാണ്, പുലിത്തൂലിൽ കിടക്കുന്നവർ, പട്ടെടുത്ത് കിടക്കുന്നവർ, ഒന്നും എടുക്കാതെ കിടക്കുന്നവർ, ശിഷ്യന്മാരുള്ളവർ, ശിഷ്യന്മാരില്ലാത്തവർ, മഠങ്ങളിൽ ഉറച്ചവർ, ഇളകിക്കൊണ്ടിരിക്കുന്നവർ, ഹോമം ഇങ്ങനെ അവസാനം എല്ലാവർക്കും ഒന്നിൽ മാത്രമാണ് യോജിപ്പുള്ളൂ. ഒരാൾക്ക് യാചിക്കുന്നത് കിട്ടണം, മറ്റൊരാൾക്ക് യാചിച്ചിലധികം കിട്ടണം, അപരനെ യാചിക്കാതെ കിട്ടണം, വേറെയൊരുവരെ യാചിക്കാതെ കിട്ടണം, എല്ലാവർക്കും വല്ലതും കിട്ടണം. ഇതിൽ മാത്രമാണ് സന്യാസിമാർക്ക് യോജിപ്പുള്ളത് എന്ന് 1934 സഞ്ജയൻ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെയാണ് യോഗയുടെ സ്ഥിതി നോക്കിയാലും കാണാമെന്ന്. ചിലർ വിൽക്കുന്ന യോഗയിൽ ആസനങ്ങളും പ്രാണായാമവും. ഇത് ബാബ രാംദേവാണ്, വലിയ കോടീശ്വരനാണ് അദ്ദേഹം. ബാബ രാംദേവ് അദ്ദേഹം രണ്ടും വിൽപ്പന നടത്തുന്ന ഒരു മനുഷ്യനാണ്. യോഗാസനവുമുണ്ട്, ആസനങ്ങളും പ്രാണായാമവും. വലിയ സംഘമായ ആൾക്കാരെ കൊണ്ട് ആസനം ചെയ്യിക്കുന്നതാണ്. ഇവിടെ യോഗ ശിബിരങ്ങൾ സംഘടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൽ അദ്ദേഹം വിൽക്കുന്ന യോഗ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമുള്ളതാണ്, ആസനവും പ്രാണായാമവുമുണ്ട്. ചിലർ വിൽക്കുന്നത് പ്രാണായാമമാണ് പ്രധാനമായത്, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രാണായാമമാണ്. രവിശങ്കറിൻ്റെ ഒക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാണായാമം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിൽപ്പന ചരക്ക്. പ്രധാനമായിട്ടും സുദർശനക്രിയ എന്ന് പറയുന്ന ഒരു ശ്വാസ അഭ്യാസമാണ് അദ്ദേഹത്തിൻ്റെ വിൽപ്പന ചരക്ക്. ഇത് വിക്രം ചൗധരി എന്ന് പറയുന്ന ഒരു വലിയ കോടീശ്വരനായിട്ടുള്ള യോഗ ആചാര്യനാണ്. അമേരിക്കയിലാണ് ഇദ്ദേഹത്തിൻ്റെ അഭ്യാസം. 26 ആസനങ്ങൾ ഒരു ചൂടായ മുറിയിനകത്താണ് ഇത് ചെയ്യുന്നത്. ഹോട്ട് യോഗ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൂടാക്കിയ മുറിക്കകത്ത് വെച്ച് ചെയ്യുന്ന കാര്യമാണ്. അതിൽ ആസനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും വല്ലതും കിട്ടണം, അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ധനികരാണ്. ഇദ്ദേഹം സ്വന്തമായൊരു സുഖവാസ ദ്വീപ് സ്കോട്ട്ലൻഡിൽ വാങ്ങിക്കാൻ മാത്രം ധനം സമ്പാദിച്ചു കഴിഞ്ഞു. വലിയൊരു കോടീശ്വരനാണ്. ആദായ നികുതിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. രാംദേവ് പ്രാണായാമം മാത്രം വിൽക്കുന്ന ഇദ്ദേഹത്തിനാണെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിലെ വളരെ വലിയ ഒരു സെറ്റപ്പുണ്ട്. എത്രയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് കൃത്യമായി ആർക്കും അറിയില്ല. ആ രീതിയിലാണ് അതിൻ്റെ രീതികളൊക്കെ. ഒരു ചെറിയൊരു ടാക്സ് റിട്ടേൺസിൽ അമേരിക്കയിലെ അവരുടെ മാത്രമാണ് ഒരു കിട്ടുക. അത് ഫൗണ്ടേഷനാണ്, ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ. ഒരു $5.5 കോടി, $5.5 മില്യൺ റവന്യൂ, ടോട്ടൽ റവന്യൂ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു വർഷത്തെയാണ് ഈ പറയുന്നത്. ഇതൊക്കെ യമനിയമ ധാരണ പ്രത്യാഹാര ആ യോഗമല്ല. ആ യമം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ യോഗയുടെ ആദ്യ സ്റ്റെപ്പിലെ യമം എന്ന് പറഞ്ഞാൽ നോൺ റിസീവിങ് ഓഫ് എനി ഗിഫ്റ്റ് എന്നാണ് പറയുക. അവിടെയാണ് യോഗം തുടങ്ങുന്നത്. അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇവരുടെ യോഗമൊക്കെ. ഒരു വലിയ വല്ലാത്തൊരു യോഗം തന്നെ. വിക്രം എന്നൊരാൾ നമ്മൾ പരിചയപ്പെടുത്തി, വിക്രം യോഗ. അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഹ്യൂജ്. ഹി സേസ് I am making, I don't know, millions of $1 a day. Maybe 10 million a month. Who knows how much? ഇത്രയും ധനികനാണ്. അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം എത്ര വരുമാനം ഉണ്ടാക്കുന്നുള്ളത്. ഒരു 40 റോൾസ് റോയ്സ്, രജനീഷിൻ്റെ അത്രയൊന്നുമില്ല, എന്നാലും ഒരു 40 റോൾസ് റോയ്സ്, രാജ്ഞിയുടെ കാറുകൾ, ബീറ്റിൽസിൻ്റെ കാറുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കാൻ മാത്രം, ആസനങ്ങൾ മാത്രം വിറ്റിട്ട് വലിയൊരു കച്ചവട പ്രസ്ഥാനം തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇവിടെ നമുക്ക് കൂടുതൽ പരിചയമുള്ളത് ഈ ആസന യോഗയാണ്. ഇത് അവിടെ എൻ്റെ നാട്ടിൽ നമ്മുടെ പത്രത്തിൻ്റെ കൂടെ കിട്ടുന്നൊരു നോട്ടീസാണ്. കേരളത്തിൽ പ്രധാനമായും നടക്കുന്നത് ഈ ആസന യോഗയാണ്. നേരത്തെ രവി കാണിച്ച ഒരു യോഗത്തിൻ്റെ ഒരു വേർഷൻ ഞാൻ പറഞ്ഞല്ലോ. വിവിധ തരത്തിലുള്ള യോഗകളുണ്ട്. വളരെ കൺഫ്യൂസ് ചെയ്യുന്ന ഈ പിക്ചറിൽ നമുക്കിവിടെ കൂടുതൽ പരിചയമുള്ളത് ആസന യോഗകളാണ്. ഓരോ രോഗത്തിൻ്റെ ഓരോ ആസനം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ തരത്തിലുള്ള ആസനങ്ങൾ, ഈ തരത്തിലുള്ള ആസന യോഗയാണ് നമുക്ക് കേരളത്തിൽ കൂടുതൽ പരിചയം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകമൊട്ടാകെയും ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഈ ആസന യോഗയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ആസന യോഗയുടെ വശങ്ങളിലേക്കാണ് ആദ്യം കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മോഡേൺ പോസ്ചറൽ യോഗ ഞാൻ നേരത്തെ പറഞ്ഞു, വിവിധ അർത്ഥങ്ങളിലാണ് ഞാൻ ഈ യോഗ ഒരു മിഥ്യാഭ്രമമാണ് എന്ന് പറയുന്നത്. ഒരുപാട് മിഥ്യാഭ്രമങ്ങൾ യോഗയെക്കുറിച്ചുണ്ട്. ഒന്നാമത്തേത് നേരത്തെ രവി സൂചിപ്പിച്ചതുപോലെ ഇത് അതിപുരാതനമായ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു പുരാതന ശാഖയാണ്, പുരാതന ചിന്താരീതിയാണ്, പുരാതന ശാസ്ത്രമാണ് എന്നുള്ളത്. അതാണ് ഒരു ഡെല്യൂഷൻ. അതിലേക്കാണ് നമ്മൾ പോകുന്നത്.
ഒട്ടനവധി നമ്മൾ ഈ കടന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഒട്ടനവധി അടിസ്ഥാനരഹിതവും തെറ്റും ആയ അതേസമയം ഉറച്ചു വിശ്വസിക്കപ്പെടുന്ന ധാരണകളെ നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 21-ാം നൂറ്റാണ്ടിൽ നാം അറിയുന്ന ഈ പോസ്ചറൽ യോഗ, ഈ ആസന യോഗ എന്നത് 19-ാം നൂറ്റാണ്ടിൽ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറിയിൽ ഉണ്ടായ ഒരു സാധനം മാത്രമാണ്. ഇതിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമൊന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ ഡെല്യൂഷൻ. ഇതിനൊരു ഉദാഹരണം പൈതൃക സ്വത്ത് എന്ന മിഥ്യാധാരണ. ഇത് മാതൃഭൂമിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ആക്ഷേപമഭിപ്രായമാണ്. ഭാരതത്തിൻ്റെ പൈതൃക സ്വത്തായ യോഗശാസ്ത്ര ദൃഷ്ട്യാ അനന്താസനം, ബദ്ധകോണാസനം, ബാണാസനം, ഉപവിഷ്ടകോണാസനം, ഉഡ്ഡിയാനബന്ധം തുടങ്ങിയ ലഘുവ്യായാമ മുറകൾ വഴി പാർശ്വഫലങ്ങളില്ലാതെ ശാശ്വതമായി പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ലൈംഗിക ബലഹീനതകൾക്ക് വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ആൾ പറഞ്ഞാണ്. ഈ പൈതൃക സ്വത്ത് എന്നതൊരു മിഥ്യാധാരണയാണ്. ഈ പറയുന്നതിൽ ഉഡ്ഡിയാനബന്ധം ഒഴിച്ച് ബാക്കിയൊക്കെ, ഉഡ്ഡിയാനബന്ധം ഒരു ആസനമല്ല, അത് വേറൊരു സംഗതി, ബാക്കിയുള്ളതൊക്കെ 20-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. പഴയ യോഗശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് പോലും നമ്മൾ ഈ പറയുന്ന ആയിരക്കണക്കിന് പഴക്കമില്ല എന്ന് നമ്മൾ കാണും. 15-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഒരു 100-500 വർഷത്തെ പഴക്കമേ ഉള്ളൂ. 15-17 നൂറ്റാണ്ടുകളിലാണ്, 15-നും 18 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈ ഹഠയോഗശാസ്ത്രം ഉണ്ടായി വരുന്നത്. അതിലേക്ക് നമ്മൾ പോകും. ഇതൊക്കെ 20-ാം നൂറ്റാണ്ട് സൃഷ്ടികളാണ്. പക്ഷേ ദിസ് ഈസ് ഹെൽഡ് വിത്ത് വെഹമൻസ്. നമ്മൾ പറഞ്ഞ പോലെ വളരെ വളരെ രൂഢമൂലമായി ഗാഠമായി വിശ്വസിക്കപ്പെടുന്നതാണ്. എല്ലാവരും വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, ഇൻക്ലൂഡിങ് യോഗ ഇൻ സ്കൂൾ സിലബസ്, which he said would lead to change in attitude among youngsters and prompt them to seek prevention of diseases. കുട്ടികളെ സ്കൂളുകളിൽ അവരുടെ സിലബസിൻ്റെ ഭാഗമായി യോഗ പഠിപ്പിക്കണമെന്നാണ് യൂണിയൻ മന്ത്രി പറയുന്നത്. ഇവിടെ പോലീസുകാർക്ക് യോഗം ചെയ്യിക്കുകയാണ് കോഴിക്കോട്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ഉത്തമമെന്ന് പറയുന്നു. എല്ലാ ദിക്കിലും ഇതൊരു പുരാതനമായ ഒരു ചികിത്സ, ഒരു തനതായ പാരമ്പര്യ രീതി എന്ന നിലയിൽ പല രീതിയിലും സ്ട്രെസ് കുറക്കാൻ, കുട്ടികൾക്ക് രോഗമില്ലാതിരിക്കാൻ, ഇങ്ങനെ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാവുന്നൊരു സാധനമാണ് എന്ന ഒരു ഡെല്യൂഷൻ പറഞ്ഞിരിക്കുകയാണ്. യോഗ എന്നത് ആസനങ്ങളുടെ പ്രയോഗത്തിൻ്റെ ഒരു പര്യായം ആയിട്ടാണ് ഇന്ന് ഈ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വിവിധ ആസനങ്ങളാണ് യോഗം എന്ന് പറയുന്നത്. യോഗാസന എന്നത് തന്നെ യോഗം എന്ന് പറയുന്നത്, യോഗ എന്ന് പറയുന്നത് തന്നെ ആസനങ്ങളുടെ ഒരു പ്രയോഗമാണ് എന്നാണ് ഇന്ന് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഇത് മാർക്ക് സിംഗിൾട്ടൺ എന്നൊരു പണ്ഡിതൻ്റെ യോഗ ബോഡി എന്ന പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം യോഗയുടെ ഉത്ഭവത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തെ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചാണ് യോഗ ബോഡി, ഒറിജിൻ ഓഫ് മോഡേൺ പോസ്റ്റൽ പ്രാക്ടീസ്. അതിൽ നിന്നും അതിൻ്റെ കൺക്ലൂഷനാണ്, അതിലെടുത്താണ് ഈ ഭാഗം. There is little or no evidence that asana has ever been the primary aspect of any Indian yoga practice tradition. യാതൊരു തെളിവുമില്ല ഇത് എന്തെങ്കിലും ഇന്ത്യയുടെ യോഗ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നില്ല ആസനങ്ങളുടെ പ്രയോഗം എന്നാണ് മാർക്ക് സിംഗിൾട്ടൺ പറയുന്നത്. ആ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഈ പോപ്പുലർ പോസ്ചറൽ യോഗ, നമ്മളിന്ന് അറിയുന്ന ആസന യോഗം എന്ന് പറഞ്ഞത് പ്രധാനമായും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നമ്മുടെ കൊളോണിയൽ ഇന്ത്യ, ബ്രിട്ടൻ്റെ അടിയിലുള്ള ഇന്ത്യയുടെ ലോകവ്യാപകമായുണ്ടായ ഒരു കായിക സംസ്കാര ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ പ്രസ്ഥാനവുമായുണ്ടായ ഒരു ഡയലോഗ്, ആ പ്രസ്ഥാനവുമായുണ്ടായ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഉണ്ടായി വന്ന ഒരു നവീന പ്രസ്ഥാനമാണ്, ഒരു പ്രസ്ഥാനം എന്ന് പറയാം, ആണ് ഇന്നത്തെ പോസ്റ്ററൽ യോഗ. ഇതാണ് നമ്മുടെ തീസീസ്. അതിൻ്റെ തെളിവുകളിലേക്കാണ് അതിൻ്റെ ചരിത്ര വഴികളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ രവി പറഞ്ഞതുപോലെ പതഞ്ജലിയുടെ യോഗസൂത്രമാണ് ഇതിൻ്റെ ബൈബിളായിട്ട്, യോഗയുടെ ബൈബിളായി എല്ലാ യോഗാചാര്യന്മാരും ഇന്ന് പറയുന്ന സാധനം. അതിൽ ഈ പോസ്റ്ററുകളെക്കുറിച്ച് പറയുന്നത് 3 സൂത്രങ്ങളാണ്. 3-ൽ വാസ്തവത്തിൽ 1 മാത്രമാണ് കാര്യമായി പറയുന്നുള്ളൂ. ഇതിൽ ഈ കാണാം 8 ലിംസ് ഓഫ് യോഗ. നമ്മൾ നേരത്തെ പറഞ്ഞു, യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, ഈ സമാധി, ഈ 8 അംഗങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നു.
ഇതാണ് നേരത്തെ പറഞ്ഞ രവി നേരത്തെ കൂട്ടിയ തന്നെ സ്ഥിര സുഖം ആസനം. ഇത് മാത്രമാണ് ആസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്രയും അതിന് പ്രാധാന്യമുള്ളൂ. ധ്യാനിക്കാനായി ഇരിക്കുവന്നതിനുള്ള ഒരു സ്ഥിരമായും സുഖമായും ഒരു ആസനത്തിലിരിക്കണം എന്ന് മാത്രമാണ് പതഞ്ജലി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് വിവേകാനന്ദൻ്റെയും ട്രഡീഷൻ. 1896 വിവേകാനന്ദൻ്റെ രാജയോഗം എടുത്തു നോക്കിയാലും ഇതേ ട്രഡീഷനാണ് അദ്ദേഹം പിന്തുടരുന്നത്. 70 വർഷത്തിനിപ്പുറം BKS അയ്യങ്കാറിൻ്റെ ഇതാണ് ബൈബിൾ ഓഫ് മോഡേൺ യോഗ എന്ന് നമുക്ക് പറയാം. ദ ലൈറ്റ് ഓൺ യോഗ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള, ഇന്ന് നമ്മൾ കാണുന്ന നേരത്തെ കാണിച്ച ചെറിയ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ലൈറ്റ് ഓൺ യോഗ BKS അയ്യങ്കാരുടെ പുസ്തകത്തിൻ്റെ അനുകരണങ്ങളോ അതിൻ്റെ ഭാഗികമായ പ്രസിദ്ധീകരണങ്ങളോ ഒക്കെയാണ്. അതിൽ നിന്നാണ് അതിൽ നിന്നാണ് ഈ ആസനങ്ങളൊക്കെ ഇവർ എടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഇന്ന് പറയാവുന്ന അയ്യങ്കാരുടെ ലൈറ്റ് ഓൺ യോഗ എന്നുള്ളത്. ഇത് 1966 വരുന്നു. ഈ 70 കൊല്ലം നമുക്ക് 2 നാഴികക്കല്ലുകളായി എടുക്കാം. പറഞ്ഞു വന്നത് 2000 കൊല്ലം മുമ്പ് പതഞ്ജലി കേവലം ഒരൊറ്റ വാക്കിലൊതുക്കിയ ആസനം എന്ന സംഗതി ഏതാണ്ട് അതേപോലെ 1896 സ്വാമി വിവേകാനന്ദൻ്റെ രാജയോഗത്തിൽ പോലും തുടരുന്നു. യാതൊരു കാര്യമായ വ്യത്യാസങ്ങളില്ലാതെ. അതിനുശേഷമുള്ളൊരു 70 വർഷം കൊണ്ട് ആസനയോഗ, പോസ്റ്ററൽ യോഗ എന്നൊരു പുതിയ ഒരു 2 നാഴികക്കല്ലുകൾക്കിടയിലാണ്. 1896 1966 ഇടയിലുള്ള 70 കൊല്ലത്തിനിടയിലാണ് ഈ ആധുനിക യോഗയുടെ സൃഷ്ടി നടന്നിട്ടുള്ളത്. ഇത് ആദ്യ ഭാഗം രാജയോഗ എന്ന പഴയ പുസ്തകം, അതിൽ നമുക്ക് കാണാം രാജയോഗ യമനിയമ ഇതുണ്ടല്ലേ, യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ആസനം. അത് തന്നെ ലൈറ്റ് ഓൺ യോഗയിൽ BKS അയ്യങ്കാരും ഇവർ തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്. ഇവർ രണ്ടുപേരും യോഗത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ 8 അംഗങ്ങളുള്ള പതഞ്ജലിയുടെ യോഗം എന്നാണ് പറയുന്നത്. തൃശ്ശൂരിലെ ചാത്തൻ മഠങ്ങളെ പോലെയാണ്. സാക്ഷാൽ ചാത്തൻ, യഥാർത്ഥ ചാത്തൻ, ഒറിജിനൽ ചാത്തൻ, സാനാടി തറവാട് എന്ന രീതിയിലൊരു 100 ചാത്തന്മാരെ തൃശ്ശൂർ കാണാം. അതുപോലെയാണ് ഇവരുടെ യോഗവും. തുടങ്ങുന്നത് എല്ലാവരും ഒരേ കുട്ടിച്ചാത്തൻ്റെ മുകളിൽ, ഒരേ ചാത്തൻ്റെ മുകളിലാണ്. 8 അംഗങ്ങളുള്ള അഷ്ടാംഗ യോഗമാണ് വിവേകാനന്ദനായാലും BKS അയ്യങ്കാരായാലും പറയുക. BKS അയ്യങ്കാർ നമ്പർ 8 യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന സമാധി 8 അതിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയൊക്കെ മാറി. ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് രാജയോഗം വിവേകാനന്ദൻ്റെത്. ഇത് നമുക്ക് ആസനങ്ങളെക്കുറിച്ചൊന്നും കാര്യമായി ഒന്നുമില്ല എന്ന് പറയാം. ഈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളതിൽ ആകെ ഒരു പേജ് കഷ്ടിയേ ഉള്ളൂ ആസനങ്ങളെക്കുറിച്ച് പറയുന്നത്. പിന്നെ പ്രാണ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി ഈ രീതിയിലാണ് പോകുന്നത്. ഇവിടെയോ വാട്ട് ഈസ് യോഗ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ മാറി. ഇതാണ് ആ ഫസ്റ്റ് അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻറ്. ഇതാണ് BKS അയ്യങ്കാരുടെ ടേബിൾ ഓഫ് കണ്ടൻസ്. 57-ാം പേജ് മുതൽ 429-ാമത്തെ പേജ് വരെ ആസനങ്ങളാണ്. മുഴുവൻ ആസനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭാഗമാണ് ഹഠയോഗയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഹഠയോഗയുടെ യോഗ വിച്ച് ഡീൽസ് എൻറ്റയർലി വിത്ത് ഫിസിക്കൽ ബോഡി. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ഹിയർ എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. വിവേകാനന്ദൻ്റെ യോഗ എന്ന് പറയുന്നത് ഹഠയോഗത്തെ തള്ളുന്ന ഒരു പാരമ്പര്യമാണ്. ഹഠയോഗ പാരമ്പര്യത്തിന് അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഹഠയോഗ നമുക്ക് ആവശ്യമില്ല എന്നാണ് വിവേകാനന്ദൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഈ ഹഠയോഗത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഇത്രയും പേജുകൾ, ഇത്രയും ആസനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുക എന്ന വാക്കായിരിക്കാം ഒരുപക്ഷെ ശരി. അതിലേക്ക് നമ്മൾ വരും. ഇതാണ് വിവേകാനന്ദൻ ആസനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു ഭാഗം. മൊത്തമായി ഞാൻ കോട്ട് ചെയ്ത് വെച്ചെന്ന് മാത്രം. ഇവിടെ അദ്ദേഹം പറഞ്ഞേക്കാം, ഇത്രയേ പറയുന്നുള്ളൂ. ദാറ്റ് പോസ്റ്റർ വിച്ച് ഈസ് ഈസിയസ്റ്റ് ഫോർ വൺ ഷുഡ് ബി ദ വൺ ചോസൺ. അവനവന് സൗകര്യമുള്ളൊരു ഈസിയസ്റ്റ് ആയിട്ടുള്ളത് ഇരിക്കാം. അതിലാകെ ഒരു കാര്യമേ ഉള്ളൂ അദ്ദേഹം പറയുന്നത്. മെയിൻ പാർട്ട് ഓഫ് ദ ആക്ടിവിറ്റി ലൈ അലോങ് ദ സ്പൈനൽ. സോ one thing necessary for the posture is to hold the spinal column free, sitting erect, holding the 3 parts, chest, neck and head in the straight line. അത് മാത്രമാണ് അദ്ദേഹം ആസനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നേരെ ഇരിക്കണം, ധ്യാനത്തിന് വേണ്ടി ഇരിക്കേണ്ട പൊസിഷനെ കുറിച്ച്. പിന്നെ പറയാണ് ഹഠയോഗത്തെ കുറിച്ചിട്ട്. ഹഠയോഗ ഞാൻ നേരത്തെ കോട്ട് ചെയ്ത ഭാഗമാണിത്. ഹഠയോഗയുടെ ഉദ്ദേശം എന്നത് ശരീരത്തിനെ ശക്തമാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ യോഗത്തെക്കുറിച്ച് വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ഹിയർ. ഹഠയോഗ നമുക്ക് താല്പര്യമുള്ള വിഷയമല്ല. കാരണം
ഇറ്റ് ഡസ് നോട്ട് ലീഡ് ടു മച്ച് സ്പിരിച്വൽ ഗ്രോത്ത്. 150 വർഷം വരെ, 100 വർഷം, 150 വർഷമൊക്കെ ഒരു ഹഠയോഗിക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ടാവാം, ഒരു മുടി പോലും നരക്കാതെ. പക്ഷേ വിവേകാനന്ദൻ പറയുന്നതാണ്, ഒരു ആൽമരം 5000 വർഷം ജീവിക്കാം, എങ്കിലും അതൊരു ആൽമരം മാത്രമാണ്, അതൊന്നും അധികമൊന്നുമല്ല. കൂടുതൽ കാലം ജീവിക്കുന്നു എന്നത് വലിയ കാര്യമല്ല. ഹീസ് ഓൺലി എ ഹെൽത്തി ആനിമൽ. ഇത്രയുമാണ് ഹഠയോഗ പാരമ്പര്യത്തെ വിവേകാനന്ദൻ തള്ളിപ്പറയുന്നതിൻ്റെ തെളിവ്. ഹഠയോഗം നമ്മുടേതല്ല, ഹഠയോഗ പാരമ്പര്യം നമ്മുടേതല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമില്ല, അതല്ല അദ്ദേഹത്തിൻ്റെ യോഗം. വി.കെ. അയ്യങ്കാരുടെ യോഗ എടുക്കുകയാണെങ്കിൽ പറയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകം പറയുന്നതാണ്, ഇറ്റ് കണ്ടെയ്ൻസ് ദ കംപ്ലീറ്റ് ടെക്നിക് ഓഫ് 200 ആസനാസ് വിത്ത് 592 ഫോട്ടോഗ്രാഫ്സ്. 200 ആസനങ്ങൾ, 592 ഫോട്ടോ, പിന്നെ ബന്ധ ക്രിയ പ്രാണായാമം വിത്ത് ഫർദർ 5 ഫോട്ടോഗ്രാഫ്സ്. 5 ഫോട്ടോ ഇതിൻ്റെ ഉണ്ട് ഹഠയോഗത്തിൽ. അപ്പോൾ ഈ 592 ഫോട്ടോഗ്രാഫുകളോടുകൂടി ഈ 300-400 പേജുകളിൽ വിവരിച്ചേക്കുന്നത് ഐറ്റോൺ യോഗ എന്ന് പറയുന്ന അത് പ്രതിനിധീകരിക്കുന്ന യോഗ എന്നത് വിവേകാനന്ദൻ്റെ കാലത്തിന് ശേഷം, വിവേകാനന്ദ രാജയോഗത്തിൻ്റെ കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സാധനമാണ് ഈ 70 കൊല്ലത്തിനിടയിൽ എന്നർത്ഥം. അതിനു മുമ്പ് വിവേകാനന്ദൻ്റെ കാലത്ത് ഇത് വിവേകാനന്ദൻ പറഞ്ഞിരുന്ന ഈ അഷ്ടാംഗ യോഗം, രണ്ടുപേരും തുടങ്ങുന്നത് അവിടെയാണല്ലോ, 8 അംഗങ്ങളുള്ള യോഗം, അതിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കിയിരുന്നതേയില്ല. പതഞ്ജലി യോഗത്തിൽ പതഞ്ജലി സൂത്രത്തിൽ അതിനെക്കുറിച്ച് കാണുന്നില്ല, വിവേകാനന്ദൻ്റെ രാജയോഗത്തിൽ അതിനെക്കുറിച്ച് കാണുന്നില്ല. 1966 പുസ്തകത്തിൽ കാണുന്നത്. അതിനു മുമ്പേ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു. 66 പുസ്തക രൂപത്തിൽ അത് വരുമ്പോഴേക്കാണ് ഈ 200 ആസനങ്ങളും 592 ഫോട്ടോഗ്രാഫുകളും ഒക്കെയായി ഈ ആസന യോഗ ഇങ്ങനെ പുഷ്കലമായി വികസിച്ചു വരുന്നത്. ഇനി നമ്മൾ ഇതാണ് ഈ പാരമ്പര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഹഠയോഗ എന്ന വിവേകാനന്ദൻ തള്ളിക്കളഞ്ഞ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഈ അയ്യങ്കാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റു പുസ്തകങ്ങൾ, അവിടെ ഞാൻ വെച്ചിരുന്ന പുസ്തകങ്ങളിൽ കാണാം. ഈ പുസ്തകങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നേരത്തെ രവി കാണിച്ച പുസ്തകങ്ങളിലായാലും ഇന്ന് നാം കാണുന്ന മോഡേൺ പോസ്ചറൽ യോഗ ഹഠയോഗ പാരമ്പര്യത്തെയാണ് ഉപജീവിക്കുന്നത്. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഈ ഹഠയോഗ എന്ന പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്കറിയേണ്ടത്. വിവേകാനന്ദൻ തള്ളിപ്പറഞ്ഞ 100, 150 വർഷം മനുഷ്യരെ മുടി പോലും നരക്കാതെ ജീവിക്കാൻ സാധിപ്പിക്കും എന്ന് അവകാശപ്പെടുന്ന, ഇവിടെ നരച്ചുപോയി അല്ലേ, ആ ഹഠയോഗ പാരമ്പര്യത്തിൻ്റെ കുറിച്ചാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ അതാണ് ഇതിൻ്റെ പാരമ്പര്യം. ഈ ഹഠയോഗ എന്ന പുതിയ പതഞ്ജലി യോഗവുമായി വാസ്തവത്തിൽ ഇതിന് ബന്ധമില്ല. ഇത് 20-ാം നൂറ്റാണ്ടിൽ ഘടിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഈ പതഞ്ജലി യോഗവുമായി ഹഠയോഗത്തിനെ കൊണ്ട് കൊളുത്തിയതാണ് വാസ്തവത്തിൽ. വളരെ വ്യത്യസ്തമായൊരു ട്രഡീഷനാണിത്. ഹഠയോഗ വാസ് ഇറോട്ടിക്കോ മിസ്റ്റിക്കൽ പ്രാക്ടീസ് എന്നാണ് ഗോർഡൻ വൈറ്റ് പറയാം. ലൈംഗിക, രഹസ്യാത്മക, ഗൂഢാത്മക, അടിസ്ഥാനപരമായി ഇതൊരു ലൈംഗികവും ഗൂഢാത്മകവുമായ, ലൈംഗികതയെ സംബന്ധിക്കുന്നതായ ഒരു ഗൂഢാത്മക പ്രയോഗമാണ് എന്ന് പറയാം. ഈ ഹഠ എന്ന വാക്കിന് ഉള്ള ഒരർത്ഥം ശക്തിപൂർവകമായ, തീവ്രമായ എന്നർത്ഥമാണ് ഒന്ന്. രണ്ടാമത്തേതും ശ്രദ്ധേയമായൊരർത്ഥമാണ് ദ യൂണിയൻ ഓഫ് ദ ഇന്റേണൽ സൺ ആൻഡ് മൂൺ. ശരീരത്തിനകത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും യോജിപ്പിക്കുക. അതാണ് ഈ ഗോൾ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഹഠ യോഗത്തിൻ്റെ ഒരു ഉന്നം എന്നത്. സൂര്യചന്ദ്രന്മാരുടെ യോജനമാണ്. അതിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഹഠയോഗികൾ ചെയ്തുകൊണ്ടിരുന്നത്? പ്രകൃതി നിയമങ്ങൾ എന്ന് പറയാം, പ്രകൃതിയുടെ രീതികളെ, പ്രകൃതി പ്രതിഭാസങ്ങളെ, ഈ ജര, നര, മൃത്യു, ഇങ്ങനെയുള്ള പ്രകൃതി നിയമങ്ങളെ, മനുഷ്യൻ സംഭവിക്കുന്ന ഈ ജീർണതകളെ അതിജീവിക്കാൻ കഴിയുമോ എന്നതിനുള്ള ഒരു ശ്രമമാണ് ഹഠയോഗികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള രീതികൾ ഇതാണ്: എ കമ്പൈൻഡ് ടെക്നിക് ഓഫ് ബ്രെത്ത് കൺട്രോൾ, ഫിക്സഡ് പോസ്റ്റേഴ്സ് ആൻഡ് മെഡിറ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ശ്വാസനിയന്ത്രണം, ചില ആസനങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള ശ്വാസനിയന്ത്രണ പ്രയോഗങ്ങൾ, ധ്യാനങ്ങൾ, ഇങ്ങനെ
സാധാരണ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രധാന കർമ്മങ്ങൾ ഇതൊക്കെയാണ്. ചില ക്രിയകൾ, 6 തരം ക്രിയകൾ, ചേതാനം ആസനങ്ങൾ അതിലുണ്ട്, ചില മുദ്രകൾ, ബന്ധങ്ങൾ, മുദ്രാബന്ധ എന്ന് പറയും, പ്രാണായാമം, ഇത്രയും കാര്യങ്ങൾ ആണ് പ്രധാനമായും ഈ ഹഠയോഗ സാധനയുടെ ഭാഗങ്ങളെന്ന് പറയാം. ഈ ഷഡ്കർമ്മങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് ധൗതി, വസ്തി, നേതി, ത്രാടക, നൗളി, കപാലഭട്ടി. ഈ കപാലഭട്ടി പ്രാണായാമം എന്ന പേരിൽ രാമദേവ് നന്നായി വിറ്റഴിക്കുന്ന ഒരു സാധനമാണ്. അത്രയധികം വിൽപ്പന നടക്കുന്നില്ല. ഇത് പ്യൂരിഫിക്കേഷനാണ്, ശരീരത്തെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ, ശുദ്ധിയാക്കാനുള്ള ചില കർമ്മങ്ങളാണ്, ഷഡ്കർമ്മങ്ങൾ, 6 കർമ്മങ്ങൾ. ഇതൊക്കെയാണ് ഇവർ ചെയ്യുക. ശരീരത്തിനെ കുറിച്ചുള്ള വളരെ പുരാതനവും അബദ്ധവുമായ ധാരണകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടുണ്ടായ ചില രീതികളാണ്. ഒരു തുണി വിഴുങ്ങുക, വയറിനെ ശുദ്ധീകരിക്കാനാണെന്ന് ഇത് വിശ്വസിക്കുന്നത്. തുണി വിഴുങ്ങി ആ തുണിയെ വലിച്ചെടുക്കുക, വയറിനകത്ത് ശുദ്ധിയാക്കാൻ വേണ്ടി. പിന്നെ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനെ ഈ വയറിൻ്റെ മാംസപേശികളുടെ ചലനത്തിലൂടെ അകത്തേക്ക് വലിച്ചെടുത്ത് ഒരു എനിമ കൊടുക്കുക, യോഗിക് എനിമ. അതാണ് ബസ്തി എന്ന് പറയുന്നത്. പിന്നെ നേതി 2 തരത്തിലാവാം. മൂക്കിനകത്തൂടെ ഒരു ചരട് ഇട്ടുകൊണ്ട് ക്ലീൻ ചെയ്യാം, തുണി ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ മൂക്കിനകത്ത് വെള്ളമൊഴിച്ച് ജലനേതി ആവാം. ഇത് സ്റ്റൊമക്ക്, നമ്മൾ ഒരു ആമാശയത്തിൻ്റെ അന്തർഭാഗം എൻഡോസ്കോപ്പി നോക്കിയാൽ കാണുന്നത് എങ്ങനെയാണ്. ഇവിടെ എന്താണ് ഇവർ ക്ലീൻ ചെയ്യുന്നതാണ് മനസ്സിലാവാത്തത്. ഒരു empty ആയ സ്റ്റൊമക്കിലൊന്നും ക്ലീൻ ചെയ്യാനില്ല അവിടെ. ഇത് ഖൈർനാർ എന്ന് പറഞ്ഞ് ബോംബെയിലെ പ്രസിദ്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം ബോംബെയിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വഴി വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ഈ ജലനീതി ചെയ്ത് ആശുപത്രിയിലായ ഒരു കഥ, ഒരു പത്രവാർത്ത ഞാൻ ഓർത്തപ്പോൾ അതെടുത്തിട്ടതാണ്. ജലനീതി ചെയ്തത് ഈ ഷഡ്കർമ്മങ്ങൾക്കൊക്കെ ഈ പുരാതനമായ അബദ്ധധാരണകളെ അതീന്ദ്രിയമായ സിദ്ധിക്ക് ഉള്ള വഴികൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള വിദ്യാസമ്പന്നരുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം തുടർച്ചയായി മണിക്കൂറുകളോളം ഈ ജലനേതി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സോഡിയം ലെവൽ കുറഞ്ഞ് ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെയുള്ളത് ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ കൈയിൻ്റെ അറ്റത്തേക്കോ ഒരു ഫിക്സഡ് പോയിന്റിൽ നോക്കി കണ്ണിന്ന് വെള്ളം വരിക, കണ്ണിനെ ശുദ്ധീകരിപ്പിക്കാനുള്ള ഏർപ്പാടാണ്. പിന്നെ വയറിനെ മസാജ് ചെയ്യുക, നൗളി, ഈ വയറിൻ്റെ ഒരു മസിലിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടുള്ള ക്രിയ. ഇപ്പോൾ കപാലഭാട്ടി എന്ന് പറഞ്ഞാൽ എയറിനെ ശ്വാസത്തിന് വളരെ തീവ്രമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു രീതിയാണ്. You have to sit upright. Then after Bhastrika, practice Kapalabhati. You have to exhale out. In this manner, every day, practice Kapalabhati for 1 minute. If you are tired, then stop. Stop after 1 minute's practice. Again practice. Again stop. Again practice. In this way, practice for 5 minutes, 10 minutes, then 15 minutes. Even for half an hour, you may practice it at a stretch. I have myself seen. It works like natural radiation. While doing Kapalabhati, so much of energy is generated inside that the outer source of heat that we take is ineffective comparatively. It is so effective. Practice Kapalabhati for 15 to 30 minutes. Anulom Vilom 15 to 30 minutes. When you practice, it works as a natural radiation. On the basis of our experiments, we can safely say that pranayam helps to cure the cancer. We have done that. That's why we are saying. We have recently
published its report as well. And are about to publish. ഒരു നാച്ചുറൽ റേഡിയേഷൻ ആയിട്ടാണ് ഇത് ഇന്ന് വിൽക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതെവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. കപാലഭാതി എന്നത് പഴയ യോഗ എന്ന് പറഞ്ഞാൽ ഹഠയോഗ സന്യാസിമാരുടെ, ഹഠയോഗികളുടെ അപക്വവും ശാസ്ത്രീയവും അജ്ഞതാനിർഭരവുമായ പഴയ ശാരീരിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ചെയ്ത ഒരഭ്യാസം മാത്രമാണ്. ഇന്നത് വിൽക്കപ്പെടുന്നത് ക്യാൻസർ ചികിത്സ എന്ന നിലയിലാണ്. അതാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും അവരതൊരു ചികിത്സ എന്ന നിലയിലല്ല പറഞ്ഞിട്ടുള്ളത്. അവരെ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളിലാണ് ഇന്നത് വിൽക്കപ്പെടുന്നത്. വെൻ ഓൾ ദാറ്റ് യു ഹാവ് ഈസ് എ ഹാമർ, എവറിത്തിങ് ലുക്സ് ലൈക്ക് എ നെയിൽ എന്ന് പറയും. കയ്യിലൊരു ചുറ്റികയുമായി നടക്കുന്നവന് ഏത് കാണുമ്പോഴും ഇതൊരു ആണിയാണെന്ന് തോന്നും, അതിന് അടി കൊടുക്കാൻ തോന്നും. അതുപോലെയാണ് ഏതാണ്ട് യോഗക്കാരുടെയും സ്ഥിതി. ഇവരുടെ കയ്യിൽ ആകെയുള്ളത് ചില്ലറ സാധനങ്ങൾ മാത്രമാണ്. ഇത് വെച്ചുകൊണ്ട് മുഖക്കുരു മുതൽ ക്യാൻസർ വരെ എന്തും ഇവർ ചികിത്സിച്ച് വശമാക്കി കളയും. അപ്പോൾ നമ്മൾ ഷഡ്കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ആസനങ്ങളെക്കുറിച്ച് പറയാം. ശിവസംഹിത ഞാൻ പറഞ്ഞു 15-17 നൂറ്റാണ്ടുകളിലാണ് ഈ ശിവസംഹിതയും അതുപോലെ ഹഠയോഗ പ്രദീപിക, ഈ രണ്ട് പ്രധാന പുസ്തകങ്ങൾ, പ്രധാന ഗ്രന്ഥങ്ങൾ ഹഠയോഗത്തെക്കുറിച്ചുള്ളതിൽ വന്നിട്ടുള്ളത് രണ്ടും ഈ നൂറ്റാണ്ടുകളിൽ വന്നിട്ടുള്ളതാണ്, 15-17 നൂറ്റാണ്ടുകളിൽ. അതിൽ പറയുന്ന വാചകം ഇതാണ്: 84 ആസനങ്ങളുണ്ട്, അതിൽ 4 എണ്ണമാണ് അതിലും പഠിക്കേണ്ടതായിട്ടുള്ളൂ. സിദ്ധാസനം, പദ്മാസനം, ഉഗ്രാസനം, സ്വസ്തികാസനം. കഴിഞ്ഞു. 4 എണ്ണമേ ഉള്ളൂ. 4 ആസനങ്ങളേ ഉള്ളൂ ആകെ. അവരുടെ ഒരു ശിവസംഹിതയിൽ ആകെ കൂടെ പറഞ്ഞേക്കുന്ന 4 ആസനങ്ങളെക്കുറിച്ച് മാത്രമാണ്. അത് ഇതൊക്കെയാണ്. ഈ 4 ആസനങ്ങൾ അവരുടെ പ്രാക്ടീസിന് ആവശ്യമുള്ള 4 ആസനങ്ങളാണിത്. കഴിഞ്ഞു. ഇത്രയും ആസനങ്ങളെ ഒരു ക്ലാസിക് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് വന്നാൽ ആസനത്തിന് അവർ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു നമുക്കറിയാം. ഹഠയോഗ പ്രതീകയിൽ പറയുന്ന ഇതാണ്. ആദ്യത്തെ ആക്സസറിയാണ് ഹഠയോഗത്തിൻ്റെ ആദ്യത്തെ ആക്സസറി ഇതാണ്. ഒരു സ്റ്റഡിയായ അവർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആരോഗ്യവും ശരീരത്തിൻ്റെ ലഘുത്വം കിട്ടാൻ വേണ്ടി, ഒരു സ്റ്റഡിയായ ഒരു സ്ഥിരമായ ഒരു പോസ്റ്റർ കിട്ടാൻ വേണ്ടി ചില ആസനങ്ങൾ പറയുന്നു. അദ്ദേഹം ഒരു 15 ആസനങ്ങൾ, ഈ ഹഠയോഗ പ്രതിഭയിൽ 15 ആസനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ രണ്ട് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലും ഇത്രയും ആസനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. പ്രധാന ക്ലാസിക്കലിൽ 15 എണ്ണമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആസനങ്ങളൊക്കെ ഈ ക്ലാസിക് ഗ്രന്ഥങ്ങൾ തപ്പിയാൽ നമ്മൾ കാണുക പോലുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹഠയോഗയുടെ ഉദ്ദേശം, പ്രയത്നം മനുഷ്യ പ്രകൃതിയെ കീഴടക്കുക എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തെ ഒരു ജരാനര വാർദ്ധക്യ മരണ രീതിയിലുള്ള ഈ ഡീക്കേകളൊന്നുമില്ലാതെ എന്നും സ്ഥിരമായി നിർത്താനുള്ള ശ്രമം. അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ, നടക്കാത്ത സ്വപ്നത്തിൻ്റെ പിന്നാലെയുള്ള ഒരു പ്രയത്നമാണ് ഹഠയോഗികൾ ചെയ്തത്. അവരുടെ ഹഠയോഗ പ്രകൃതിയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ മനസ്സിലാക്കി വേണമല്ലോ കീഴടക്കുക. അപ്പോൾ അവരെങ്ങനെ പ്രകൃതിയെ മനസ്സിലാക്കി? അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അവരുടെ ഈ സാധനയുടെ രഹസ്യങ്ങളെ, സാധനയുടെ അർത്ഥങ്ങളെ മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് അങ്ങനെ അവരുടെ സാധനയെ, ഇപ്പോൾ ആദ്യം നമ്മൾ ഷഡ്കർമ്മങ്ങളെ കണ്ടു, അതുപോലെ ഈ മുദ്രകൾ, ആസനങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. മഹാമുദ്ര, മഹാബന്ധ, മഹാവേദ, കേചരി, ഉദ്യാനബന്ധ. ഇതാണ് ഉദ്യാനബന്ധം നേരത്തെ വന്നത്. മൂലബന്ധ, ജലാന്തരബന്ധ, ജാലാന്തരബന്ധ, വിപരീതകരണി, വജ്രോളി, ശക്തിചാലന. ഈ 10 മുദ്രകൾ മരണത്തെയും വാർദ്ധക്യത്തെയും ജയിക്കും എന്നാണ് ഹഠയോഗപ്രതി വിശ്വസിച്ചത്. ശിവസംഹിതയും പറയുന്നത് ഇത് തന്നെയാണ്. 10 മുദ്രകൾ, ഇതാണ് അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. മഹാമുദ്ര, മഹാബന്ധ, മഹാവേദ, ഖേജരി, ജലാന്ധര, മൂലബന്ധ, വിപരീതകരണി, ഉദ്യാനബന്ധം, വജ്രോളി, ശക്തിചാലന. ഒന്നിൽ വജ്രോളി, അതിൽ വജ്രോണ്ടി എന്ന് പറയും. അത്രയുള്ള ചെറിയ വാക്കുകളുടെ പ്രൊനൗൺസിയേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 2 ഇത് അടിസ്ഥാനപരമായിട്ടുള്ള 2 ധാരണകളാണ്. ഇതിൽ ചില മുദ്രകളെ, എല്ലാത്തിനെയും നമ്മൾ പരിശോധിക്കുന്നില്ല, ചിലതിനെ സന്ദർഭവശാൽ ശ്രദ്ധിക്കാനിടയായ ചിലതിനെ പിന്തുടരാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ലോകവീക്ഷണം എന്താണ്, ഏത് അടിസ്ഥാനത്തിലാണ് ഈ
ഈ ഒരു ഇറോട്ടിക്കോ മിസ്റ്റിക്കൽ പ്രാക്ടീസ് അവർ വികസിപ്പിച്ചെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ശിവസംഹിതയിൽ പറയുന്നതാണ്. ഈ ശരീരത്തിൽ എല്ലാമുണ്ട്, അതിൽ പലതുമുണ്ട്. അതിൽ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിലുമുണ്ട്. മാക്രോകോസം, മൈക്രോകോസം. ഇത് പലപ്പോഴും ആവർത്തിക്കപ്പെട്ട് കാണുന്ന ഒരു വലിയ തത്വചിന്ത എന്ന പോലെ ആവർത്തിക്കപ്പെട്ട് ഇന്നും ആവർത്തിക്കപ്പെട്ട് കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ്. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിലുമുണ്ട്. ഇതൊരു പാറ്റേൺ കാണലാണ്. ഇത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാറ്റേൺ സീക്കിംഗ് ആനിമലാണ് എന്ന് ശർമ്മർ പറയും. പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ് എന്നാണ്. ഇരുണ്ട രാത്രികളിൽ ആകാശത്തെ നോക്കിക്കിടക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ മത്സ്യങ്ങളുടെയും സിംഹങ്ങളുടെയും കുടത്തിൻ്റെയും രൂപത്തിൽ അവർ കാണുന്നു. അവിടെ അവർ കഥകൾ നിർമ്മിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ആസ്ട്രോളജിയും ആസ്ട്രോണമിയും ഒക്കെ ഉണ്ടാവുന്നത്. ഒരർത്ഥത്തിൽ ഈ പാറ്റേണുകൾ കാണുക എന്നുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ശാസ്ത്രമായി ഉണ്ടായിട്ടുള്ളത്, ശാസ്ത്രവും മതം പോലും ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്? ഏതാണ് ശരിയായ പാറ്റേൺ, ഏതാണ് തെറ്റായ പാറ്റേൺ എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ തലയിലില്ല. പാറ്റേൺ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മെഴുകുതിരിയിൽ നമ്മളൊരു കന്യാകുമാരിയത്തെ കാണുന്നു, ചക്കയിൽ നമ്മളൊരു ഗണപതിയെ കാണുന്നു. ഇതൊരു ശരിയായ പാറ്റേൺ ആണോ തെറ്റായ പാറ്റേൺ ആണോ എന്ന് പറയാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ അടുത്തില്ല. അതിനാണ് നമുക്ക് ശാസ്ത്രത്തിൻ്റെ ആവശ്യം വരുന്നത്. പാറ്റേൺ സീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആനിമൽസ്. ഇതുപോലൊരു പാറ്റേൺ ആണ് നമ്മളെ ഹഠയോഗികളും കണ്ടെത്തിയത്. ആകാശം നോക്കിയാൽ ഇരുട്ടിൻ്റെ അധിപൻ അവിടെ ചന്ദ്രനാണ്, സൂര്യനും. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും. അപ്പോൾ നമ്മുടെ ശരീരത്തിനും അവർ ഈ അധിപതികളെ സങ്കല്പിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ചന്ദ്രനും സൂര്യനും പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ പാറ്റേൺ കണ്ടെത്തിയവർ കഥകൾ ഉണ്ടാക്കുകയാണ്. അതൊരു കഥയാണിത്, അവർ വിശ്വസിച്ച കഥ. ചന്ദ്രൻ എന്നാൽ ഒരു തുള്ളി അമൃതമത്രേ. സ്വർഗത്തിൽ തിളങ്ങുന്ന ഒരു തുള്ളി അമൃതമാണ് ചന്ദ്രൻ. ആ അമൃതമാവട്ടെ ദിവ്യരേതസ്സിൽ നിന്നും ഉൽപ്പന്നമായതത്രേ. ഇതിൽ നിന്നാണ്, ഈ ചന്ദ്രനിൽ നിന്നാണ് മഞ്ഞും മഴയും പൊഴിയുന്നത്. അവർ നോക്കുമ്പോൾ അതിൽ അവരുടെ കാഴ്ചയിൽ യുക്തിഭദ്രമായൊരു കാര്യമാണിത്. മുകളിൽ നിന്ന് പൊഴിയുന്ന ഈ തണുത്ത ജലം ഈ തണുത്ത ചന്ദ്രനിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് വരാനാണ്? അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം എന്നത് ആത്യന്തികമായി ഈ ചന്ദ്രൻ എന്ന അമൃതബിന്ദുവിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ആ അമൃതത്തിൽ നിന്നാണ് മഴ പൊഴിയുന്നത്, മഞ്ഞ് പൊഴിയുന്നത്. അതാണ് ചെടികളുടെ രസമായി ഭക്ഷണത്തിലൂടെ നമ്മളെത്തുന്നത്, ആഹാരരസമായി മാറുന്നത്. അങ്ങനെ ഒരു പ്രപഞ്ച ചിത്രം ഇത് ഹഠയോഗത്തിൻ്റെ മാത്രമല്ല, അക്കാലത്തുണ്ടായിരുന്ന പലരുടെയും, പല ആയുർവേദവും ഒരളവോളം പിന്തുടരുന്ന ഒരു ലോകവീക്ഷണമാണിത്. ഈ രസം ആണ് ജീവനെ നിലനിർത്തുന്നത്. മനുഷ്യർക്കായാലും ദേവന്മാർക്കായാലും ഈ സ്വർഗീയമായ അമൃതത്തിൽ നിന്നുൽപ്പന്നമായ രസം, അതാണ് നമ്മളെ ജീവനെ നിലനിർത്തുന്നത്. ഇത് ഭാഷയിൽ എങ്ങനെ വന്നിരിക്കുന്നു നോക്കാം. ശബ്ദധാരാവലി നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ പര്യായങ്ങൾ ഇതൊക്കെയാണ്. അമൃതകരൻ, അമൃതകല, അമൃതകിരണൻ, അമൃതരശ്മി, അമൃതസു. ഇതൊക്കെ ഈ പഴയ ലോകവീക്ഷണത്തെയാണ് നമ്മുടെ ഭാഷയിൽ ഫോസിലുകളായി നമ്മൾ കാണുന്നത്. അപ്പോൾ കാലാവസ്ഥ മാറി വരുന്ന ഈ സീസണുകൾ, ഋതുക്കളും ജനന മരണങ്ങൾ, ഋതുചക്രങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപരമായി ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒരു ബലപരീക്ഷണമാണ്. എന്തിനു വേണ്ടി? അമൃതത്തിനു വേണ്ടി. ചന്ദ്രൻ അമൃതം സ്രവിക്കുന്നു, സൂര്യൻ അത് കുടിച്ചു വറ്റിക്കുന്നു. വളരെ യുക്തിഭദ്രമായ, അന്ന് തൃശ്ശൂർ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് കേവല യുക്തിവാദമെന്ന്. പൂർവനിർണീതമായ
ചില ധാരണകളുടെ അടക്കത്ത് നടത്തുന്ന യുക്തിപ്രയോഗം, ഇതും ഒരു തരത്തിൽ ഒരു കേവല യുക്തിവാദമാണ്. ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ ഇൻ വിച്ച് ദ പ്രൈസ് വാസ് മോയ്സ്ചർ. അപ്പോൾ സൂര്യന് ആധിപത്യമുള്ള കാലങ്ങളിൽ ജലാശയങ്ങൾ വറ്റിപ്പോകുന്നു, മനുഷ്യർ വറ്റി വരളുന്നു, അത് മരണത്തിൻ്റെ കാലമാണ്. ചന്ദ്രന് ആധിപത്യമുള്ള തണുത്ത കാലങ്ങളിൽ അവിടെ മനുഷ്യർ പുഷ്ടിപ്പെടുന്നു, ജലാശയങ്ങളിൽ വെള്ളമുണ്ടാവുന്നു. ആ സമയങ്ങളിൽ ആയുർവേദ പ്രകാരം നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നിയന്ത്രണങ്ങളില്ല. ഇതൊക്കെ ഒരേ ലോകവീക്ഷണത്തിൻ്റെ ഭാഗങ്ങളാണ്. ഉഷ്ണകാലത്ത് ലൈംഗിക ബന്ധങ്ങൾ നിയന്ത്രണം പാലിക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ലോകവീക്ഷണം ഇതാണ്. ഇത് സൂര്യൻ്റെ കാലമാണ്, രേതസ് വറ്റിപ്പോകുന്ന സമയമാണ്. ഉത്തരായനകാലം മരണത്തിനും ദക്ഷിണായനകാലം ജീവിതത്തിനുമുള്ള കാലമാണ്. അതാണ് ഭീഷ്മർ ശരശയ്യയിൽ ഉത്തരായനകാലം വരാൻ കാത്തുകിടക്കുന്നത്. ഉത്തരായനകാലം സൂര്യനാധിപത്യമുള്ള കാലമാണ്, അത് മരണത്തിന് യോജിച്ച കാലമാണ്.